സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നതായി ഇസ്രായേൽ. റിസോൺ ലിസിയോൺ നഗരത്തിൽ സമാന ആക്രമണമാണ് നടന്നതെന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന് പുറത്ത് ഇറാൻ ഇസ്ലാമിക ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുന്നതായി അമേരിക്കയും ആരോപിച്ചു. ഇതിനിടെ ഇസ്ലാമിക ഭരണകൂടത്തെ വാഴ്ത്തുന്ന ദേശീയഗാനം പാടാൻ വിസമ്മതിച്ച ഇറാനിയൻ ഫുട്ബോൾ ടീമിന് രാഷ്ട്രീയ അഭയം നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഓസ്ട്രേലിയയോട് ആവശ്യപ്പെട്ടു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് സ്വീകാര്യനല്ല എന്നും ട്രംപ് ആവർത്തിക്കുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഇസ്രായേൽ ഇപ്പോൾ വലിയ നിലയിലാണ് ഇറാനെ കുറ്റപ്പെടുത്തുന്നത്. അതായത് സാധാരണക്കാരെ ലക്ഷ്യമിടുകയാണ് ഇറാൻ. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് മൂലം സാധാരണക്കാരുടെ ജീവന് തന്നെ ഭീഷണി അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. റിസോൺ ലിസിയോൺ നഗരത്തിൽ സമാന ആക്രമണം നടന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയും ചില കാര്യങ്ങൾ പറയുന്നു. പുതിയ നേതാവിനെ, ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ട്രംപും ആവർത്തിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, റിസോൺ ലിസിയോൺ നഗരത്തിൽ ഇക്കഴിഞ്ഞ ദിവസം, അത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ഞായറാഴ്ച നടന്ന ആക്രമണം ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണമാണ്. ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഒരു ബോംബായി വിക്ഷേപിക്കുകയും സ്വാഭാവികമായും അത് പൊട്ടിച്ചേറുമ്പോൾ വീണ്ടും 8 കിലോമീറ്ററോളം മേഖലയിൽ പല ബോംബുകളായി പൊട്ടിച്ചേറുന്ന ഒരു രീതിയാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും നഗരപ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ നാശമുണ്ടാക്കാൻ ഇത്തരം ബോംബുകൾക്ക് സാധ്യമാകുന്നതുകൊണ്ട് തന്നെ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കരുത് എന്ന നിബന്ധനകളൊക്കെ നിലവിലുണ്ട്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളിൽ, നമുക്കറിയാവുന്നതാണ് റിസോൺ ലിസിയോൺ എന്ന് പറയുന്ന നഗരം ഒരു വലിയ ജനസംഖ്യയുള്ള നഗരമാണ്. അവിടെ ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുകയാണ് ഇറാൻ ചെയ്തത് എന്ന ഏറ്റവും നിർണായകമായ, ഏറ്റവും ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങൾ, അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നും സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കാൻ, നമുക്കറിയാവുന്നതാണ് IS പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ലോകം മുഴുവൻ സ്ലീപ്പർ സെല്ലുകൾ തയ്യാറാക്കി ആ സ്ലീപ്പർ സെല്ലുകൾ പൊട്ടിത്തെറിക്കുന്ന രീതി, അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഫോടനം നടത്തുക, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള രീതികൾ നടപ്പാക്കുന്നൊരു ശൈലിയുണ്ട്. അതേ സമാനമായ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ സ്വഭാവം അയത്തുള്ള അലി ഖമൈനിയുടെ വധത്തിന് ശേഷം പ്രതികാരം ചെയ്യുന്നതിന് ഇറാൻ പലയിടത്തും രൂപീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് അറിയാവുന്നതാണ്, ഇറാനെതിരെ നിലപാടെടുക്കുന്ന രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളുണ്ടാകാം, അത്തരത്തിലുള്ള വിവിധ രാജ്യങ്ങളുണ്ടാകാം. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഫുട്ബോൾ ടീമിനെ ദേശീയ ഗാനം, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെയും ദേശീയ ഗാനം പാടാൻ തയ്യാറല്ല എന്ന് നിലപാടെടുത്ത ഇറാനിലെ വനിതാ ഫുട്ബോൾ ടീമിനെ രാഷ്ട്രീയ അഭയം നൽകണമെന്നൊരാവശ്യം ട്രംപ് ഇപ്പോൾ ഓസ്ട്രേലിയയോട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ രാഷ്ട്രീയ അഭയം നൽകണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്തഫ പുതിയ അയത്തുള്ളയായി നിയോഗിക്കപ്പെട്ടതിനെ അതിശക്തമായി എതിർക്കുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ, അതിസങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇറാനിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ആക്രമണങ്ങൾ തുടരുകയും പുതിയ മുസ്തഫയെ പുതിയ അധികാരിയായി വാഴിച്ചതെല്ലാം തന്നെ അംഗീകരിക്കാനാവില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും കടുത്ത നടപടിയിലേക്ക് തന്നെ ട്രംപ് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ സമാന രീതിയിലുള്ള ഒരു സൂചന ട്രംപ് നൽകിയിരുന്നു. പൊതു സ്വീകാര്യനായ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അത് കാത്തിരുന്ന് കാണാം ഏത് രീതിയിലുള്ളതാണ് നീക്കങ്ങളെന്ന് എല്ലാം തന്നെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കണം ഒരു പരിധിവരെ മുസ്തഫയുടെ പുതിയ നിയമനം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെ വൈകിപ്പിക്കുകയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഇറാൻ തന്നെ വൈകിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ഒരു ആക്രമണത്തിന് ഇനിയും കോപ്പ് കൂട്ടുകയാണ് അമേരിക്കയും ഇസ്രായേലും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമാണ്. പശ്ചിമേഷ്യയിൽ അശാന്തമായ അന്തരീക്ഷം തുടരുകയാണ്. ഇസ്രായേലാണ് ഇറാൻ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ പ്രത്യേകതരം ആക്രമണം നടത്തുന്നു എന്നുള്ള ആക്ഷേപവുമായി രംഗത്ത് വരുന്നത്. അമേരിക്ക അതോടൊപ്പം തന്നെ ഇറാൻ്റെ പുതിയ ഭരണകൂടത്തെ, അല്ലെങ്കിൽ അവിടുത്തെ പുതിയ ഭരണ സംവിധാനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് അമേരിക്കയും പറയുന്നു.